എത്ര ഉറങ്ങിയിട്ടും ഉറക്കം മതിയാവുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം രാവിലെയും ഉറങ്ങുന്നുണ്ടാവും, രാത്രി ഉറങ്ങുന്നുണ്ടാവും, എങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉറക്കം മതിയാവാത്ത പോലെ തോന്നുകയാണ് എങ്കിൽ അതാണ് ഹൈപ്പർസോംനിയ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് എങ്കിൽ മേ ബി നിങ്ങൾക്കും ഹൈപ്പർസോംനിയ ആവും. അതായത് നമ്മൾ ആവശ്യത്തിൽ അധികം ഉറങ്ങിക്കഴിഞ്ഞിട്ടും നമുക്ക് ഉറക്കം മതിയാവാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പർസോംനിയ എന്ന് പറയാം. നോർമൽ ആയിട്ടുള്ള ഒരു അഡൽറ്റിന് 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെയാണ് ഉറക്കം വേണ്ടത്. ഇനി കുട്ടികളിലാണെങ്കിൽ അത് 8 മണിക്കൂർ വരെ, ന്യൂ ബോൺ ബേബീസിനാണെങ്കിൽ 14 മണിക്കൂർ വരെ വേണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ പോവേണ്ടത്. പക്ഷെ ഇത്രയും ഉറങ്ങിയിട്ടും നമുക്ക് ഉറക്കം മതിയാവുന്നില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്നാമത്തെ കാരണം, അല്ലെങ്കിൽ എല്ലാവരിലും തന്നെ കാണുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആണ്, നമുക്ക് ആവശ്യത്തിനുള്ള ഒരു നല്ല ഉറക്കം കിട്ടാത്ത ഒരവസ്ഥ. അത് കൂടാണ്ട് തന്നെ എന്തെങ്കിലും അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവാം, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ഡിപ്രഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഹൈപ്പർസോംനിയ വരാം. ഇനി ഇത് വന്നു കഴിഞ്ഞാലുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അമിതമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാം, അമിതവണ്ണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും. കൂടാണ്ട് തന്നെ ഓർമ്മക്കുറവുണ്ടാവും, ശ്രദ്ധക്കുറവുണ്ടാവും. ഇനി നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല, രാവിലെ മൊത്തം അല്ലെങ്കിൽ പകൽ മൊത്തം നിങ്ങൾ ഉറക്കം തൂങ്ങിയിട്ടാണെങ്കിൽ വാഹനാപകടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കൂടാണ്ട് ഡിപ്രഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഹൈപ്പർസോംനിയ അനുഭവപ്പെടുന്നവരുണ്ട് എങ്കിൽ നമുക്ക് മെഡിസിൻസ് എടുത്തിട്ട് മാറ്റാം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയിട്ട് മാറ്റാം. നമ്മുടെ ഡയറ്റും എക്സസൈസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും.